വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യൂണിക്കോൺ ബൈക്കുകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് മിസ്സിംഗ് പ്രോബ്ലം. അതുപോലെ തന്നെ രാവിലെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് സ്റ്റാർട്ടാവില്ല. കുറച്ചൊക്കെ നമ്മൾ സെൽഫ് അടിച്ച് അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ടാവുക. അപ്പോൾ അതും കുറച്ച് ഒരു 2 മിനിറ്റൊക്കെ കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വണ്ടി സ്റ്റാർട്ടാവുക. ആ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓൾറെഡി മിസ്സിംഗ് ആണ് ഈ വണ്ടി. ഇപ്പോൾ ഈ ഒരു വണ്ടിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓയിൽ കത്തലാണ്. നല്ല രീതിയിൽ ഓയിൽ കത്തുന്നുണ്ട്. അത് വൈറ്റ് സ്മോക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്റ്റൺ സിലിണ്ടറും ബോറയാണ് ചെയ്യുന്നത്, മാറ്റുന്നില്ല. പിസ്റ്റൺ സിലിണ്ടറും ബോറിംഗ് ആണ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മളിന്ന് വർക്ക് എടുക്കാൻ പോകുന്നത്. 2010 മോഡൽ യൂണിക്കോൺ ആണ് ഇത്. കസ്റ്റമർ കുറച്ച് കാലം നിർത്തിയിട്ട വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൻജിൻ ഭാഗം എങ്ങനെ ഉണ്ട് എന്നുള്ള അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ സീറ്റ് ഇതുപോലെ റിമൂവ് ചെയ്യുകയാണ്. സീറ്റിൻ്റെ ലോക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് അൺലോക്ക് ചെയ്തിട്ട് സീറ്റ് ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തു. നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റായിട്ട് ടാങ്ക് റിമൂവ് ചെയ്യണം. ആദ്യം ടാങ്കിൻ്റെ ആ ഒരു കവറ് കെട്ടിയിട്ടുള്ള ഇതൊക്കെ കഴിച്ചിട്ട് അത് റിമൂവ് ചെയ്യാണ്. അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ടാങ്ക് പുറത്തേക്ക് എടുത്തിട്ട്, ഈ യൂണിക്കോണിന് വരുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് മിസ്സിങ്, കാർബറേറ്ററിലേക്ക് ആ ഒരു വെള്ളം ഇറങ്ങിയിട്ടുള്ള മിസ്സിങ്. ഒരുപാട് അങ്ങനത്തെ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടി അയച്ചപ്പോൾ നമുക്ക് ടാങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം പെട്രോള് ഇതിൽ കുറച്ചുള്ളായിരുന്നു, എങ്കിലും ടാങ്കിൽ നല്ല കുലുക്കമുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എയർ ഹോൾസ് അടഞ്ഞാണ് തോന്നുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സൈഡ് കവറും ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. സൈഡിൽ ഇതുപോലെ 8 സൈസ് ബോൾട്ടും അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഉണ്ടാവും. അത് രണ്ടും റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു ക്ലിപ്പ് വരും, ആ ഒരു സ്ക്രൂവിൻ്റെ അവിടെ. അത് നമ്മൾ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വീണ് പോയാൽ പിന്നെ അത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ സൈഡ് കവർ റിമൂവ് ചെയ്തു. ഇനി അപ്പുറത്തെ സൈഡാണ് റിമൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അപ്പുറത്തെ സൈഡ് റിമൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്തു. പക്ഷേ അതിൻ്റെ ആ ഒരു സ്ക്രൂ അവിടെ റസ്റ്റ് പിടിച്ച് കിടക്കുകയാണ്, തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു സൈഡിലുള്ള കവർ. അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്തില്ല, ജസ്റ്റ് ഇതുപോലെ മേലേക്ക് കയറ്റി വെക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ടാങ്കിൻ്റെ കാർബറേറ്ററിലേക്ക് പോകുന്ന ആ ഒരു ഫ്യൂവലിൻ്റെ പൈപ്പ് നമ്മളിതുപോലെ റിമൂവ് ചെയ്യുകയാണ്. അതിന് ശേഷം നമുക്ക് ടാങ്ക് പുറത്തേക്ക് എടുക്കാം. ചെറുതായിട്ട് പെട്രോൾ പോയാൽ ഓക്കെ, അത് ആ പൈപ്പിലുണ്ടായിരുന്ന പെട്രോൾ ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ സൈഡ് കവർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇതുപോലെ മേലെ കയറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടാങ്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഉള്ളിൽ ലോക്കും കാര്യങ്ങളും ഉണ്ടാവും. ഉള്ളിൽ ചെറിയൊരു റബ്ബറിൻ്റെ ഇതിൽ തള്ളി നിൽക്കുന്ന രീതിയിൽ, ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു ലോക്കായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ടാങ്ക് ജസ്റ്റ് ഇതുപോലെ പൊക്കി നോക്കാം. പിന്നെ ടാങ്ക് പൊക്കുമ്പോഴുള്ളൊരു കാര്യം, ടാങ്കിൻ്റെ അടിയിൽ ഇതുപോലെ നമുക്ക് ടാങ്കിൻ്റെ ഫ്യൂവലിൻ്റെ ലിഡിൽ അവിടെ വരുന്ന ഇൻഡിക്കേറ്റർ, അതായത് എത്ര എണ്ണ ഉണ്ട് എന്നുള്ള കാണിക്കുന്ന ആ ഒരു കപ്ലർ അതിലൂടെ പോകുന്നുണ്ടാവും. ആ ഒരു കപ്ലർ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ടാങ്ക് ഇതുപോലെ എടുക്കാനുള്ളൂ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ഇതുപോലെ വെല്ലെ ഇങ്ങനെ തള്ളിയാൽ ഇതുപോലെ ടാങ്ക് നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ടാങ്ക് ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈഡ് കവർ രണ്ടും പിന്നെ ടാങ്കും സീറ്റും നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വണ്ടിയുടെ EGR പോകേണ്ട പൈപ്പാണ്. EGRൻ്റെ ചെറിയൊരു പൈപ്പ് കാണാൻ പറ്റും. ആ പൈപ്പിലുള്ള 2 ബോൾട്ടുകളുണ്ട്. ആ 2 ബോൾട്ട് റിമൂവ് ചെയ്തിട്ട് ആദ്യം EGRൻ്റെ ആ ഒരു പൈപ്പ് അവിടുന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ആ 2 ബോൾട്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വീഡിയോ എടുക്കുമ്പോൾ പുറത്ത് നല്ല നോയ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡബ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഡബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്ന വർക്കോ എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അപ്പോൾ EGRൻ്റെ പൈപ്പ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ആ ഒരു EGRൻ്റെ പൈപ്പ് നേരെ പോകുന്ന ഭാഗമുണ്ട്, അവിടെ ഒരു കണക്ടർ ഉണ്ട്. ആ കണക്ടറും റിമൂവ് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിപ്പുകളാണ് വരിക. ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് നീക്കിയിട്ട് പൈപ്പ് ഇതുപോലെ തള്ളി നീക്കിയാൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് EGRൻ്റെ പൈപ്പ് വരുന്നത്. അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് സൈലൻസറിൻ്റെ 2 ബോൾട്ടുകളുണ്ട്. ആ 2 ബോൾട്ടും റിമൂവ് ചെയ്തിട്ട് സൈലൻസർ അവിടുന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഇത് സൈലൻസറിൻ്റെ ബോൾട്ട് വരുമ്പോൾ ചില വണ്ടികൾക്ക് റെസ്റ്റ് പിടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ഓഫോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചിട്ട് ഒന്ന് റെസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയ ശേഷം റിമൂവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചില ഭാഗങ്ങളിൽ നമുക്ക് നമ്മൾ ടൂള് കയറ്റാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൂളുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ സൈഡിലും ഇതുപോലെ സൈലൻസറിൻ്റെ ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബോൾട്ടും പിന്നെ ഫ്രണ്ടിലെ ആ 2 ബോൾട്ട് റിമൂവ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് സൈലൻസർ അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ബോൾട്ട് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം റിമൂവ് ചെയ്തെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. നമുക്ക് സൈലൻസർ വെല്ലം ഇങ്ങനെ തള്ളി 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 മുന്നോട്ട് നീക്കിയിട്ട് വെല്ലം ഒന്ന് പുറകിലോട്ടുകൂടെ ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ വെല്ലം ഇങ്ങനെ അതുപോലെ ഒന്ന് തട്ടി 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 താഴത്തേക്ക് ആ ഒരു സൈലൻസറിൻ്റെ ഭാഗം അവിടെ കുടുങ്ങി കിടക്കുന്ന ഭാഗത്ത് ജസ്റ്റ് അൺലോക്ക് ചെയ്തിട്ട് ഇത് അതുപോലെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഒരു സൈഡിലൂടെ ഇങ്ങനെ എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഒരു ബ്രേക്ക് ലീവറിൻ്റെ അവിടെ തങ്ങിക്കും, അപ്പോൾ അത് ജസ്റ്റ് താത്തിയിട്ട് ഓക്കെ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. സിമ്പിളായിട്ട് നമ്മൾ സൈലൻസർ പുറത്തെടുത്തു. ഈ സൈലൻസറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവും, കാരണം എൻജിൻ ഓയിൽ കത്തുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൽ ഓയിൽ കണ്ടൻറ്റ് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടി വർക്ക് കഴിഞ്ഞാലും ചെറുതായിട്ട് ഓയിൽ കത്തും, അതായത് ഓയിൽ ആ സൈലൻസറിലുള്ള ഓയിൽ വൈറ്റ് സ്മോക്കായിട്ട് പുറത്തേക്ക് പോകണം. ഒരു 2 ദിവസമൊക്കെ ഓടിയാൽ സിമ്പിളായിട്ടത് സൈലൻസറിനുള്ളിലുള്ള ഓയിലൊക്കെ കത്തിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കാർബറേറ്റർ റിമൂവ് ചെയ്യണം. കാർബറേറ്റർ റിമൂവ് ചെയ്യാൻ നമ്മളെ ഇൻലെറ്റിലും അതുപോലെ തന്നെ ഔട്ട്ലെറ്റിലും വരുന്ന 2 സ്ക്രൂകൾ ഉണ്ടാവും. ആ റബ്ബർ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട ആ ഒരു സ്ക്രൂകൾ അത് റിമൂവ് ചെയ്ത് അതുപോലെ സിമ്പിളായിട്ട് കാർബറേറ്റർ നമുക്ക് റിമൂവ് ചെയ്യാം. പെട്രോൾ പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ചരിച്ച് പിടിച്ചിട്ട് കാർബറേറ്റർ വല്ല അവിടെ വെക്കുകയാണ്. നമുക്ക് കേബിളൊന്നും റിമൂവ് ചെയ്യേണ്ട, കാരണം നമ്മൾ കാർബറേറ്ററിന് വർക്ക് എടുക്കുന്നില്ല. കാർബറേറ്ററൊക്കെ ഓൾറെഡി കണ്ടീഷനാണ്, അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാനില്ല. നമുക്ക് പിസ്റ്റൺ സിലിണ്ടറും ബോറിങ്ങും മാത്രമാണുള്ളത്. ഓക്കെ, ഇനി ഹെഡ് കവറിൻ്റെ 2 ബോൾട്ടുകൾ ഉണ്ടാവും. അത് നമ്മളിതുപോലെ ക്രോസ് വൈസിൽ അഴിക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാഹനത്തിൻ്റെ എന്ത് ഭാഗം അഴിക്കുമ്പോഴും ക്രോസ് വൈസിലാണ് അഴിക്കേണ്ടത്. അത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്ത് ഒരു ഭാഗം നമ്മൾ അഴിക്കുകയാണെങ്കിലും ക്രോസ് വൈസിലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ അഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ടൈറ്റ് ആവാതെ വരും. ഇപ്പോൾ ലൂസാക്കുന്ന ഭാഗമാണെങ്കിൽ കറക്റ്റായിട്ട് ലൂസാവാതെ വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളിതാ ഹെഡ് കവറിൻ്റെ അവിടെയുള്ള 2 ബോൾട്ട് അഴിച്ചിട്ട് ഹെഡ് കവർ സിമ്പിളായിട്ട് ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഉൾഭാഗം വരുന്നത്. ഉണ്ടോ, നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റൊക്കെ അടഞ്ഞുകൂടിയ പോലെ തന്നെ ഉണ്ട്. നമുക്ക് എന്താ അവസ്ഥ എന്നറിയില്ല, നമുക്ക് സിലിണ്ടറും പിസ്റ്റണൊക്കെ ഊരിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു പ്ലഗ് ഉണ്ടല്ലോ, സൈഡിലുള്ള പ്ലഗ് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്ലഗും കൂടി റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റുള്ള വർക്കൊക്കെ ഞാനെടുത്തത്, ഇനി അങ്ങോട്ടുള്ളതൊക്കെ എൻ്റെ ഉപ്പാണ് കേട്ടോ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡബ് ചെയ്ത് പറയാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലഗ് നമ്മൾ പ്ലഗ് സ്പാനർ ഇട്ട് റിമൂവ് ചെയ്തു. ഓക്കെ, ആ വാൽ കവറിൻ്റെ അവിടെ വരുന്ന ആ ഒരു ചെറിയൊരു പാക്കിംഗ് ഉണ്ട് റബ്ബറിൻ്റെ, അതും നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം കേട്ടോ ശരിക്കും എഞ്ചിൻ പണി എടുക്കുന്ന സമയത്ത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടൈമിങ്ങിൻ്റെ സ്പ്രോക്കറ്റ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അതായത് ടൈമിങ് ഇപ്പോൾ നമ്മൾ പിസ്റ്റന് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാലും നമുക്ക് ആ ഒരു ടൈമിംഗ് ചെയിൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ടൈമിംഗ് ചെയിനും അതിൻ്റെ സ്പ്രോക്കറ്റ് ആ ഒരു ബോൾട്ടിലേക്ക് നമുക്ക് ടൂള് എത്താൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ ഇത് വരുത്തണം. അപ്പോൾ നമ്മളിത് ആ സൈഡിൽ ഇതുപോലെ സൈഡ് കവറിൻ്റെ അവിടെ വരുന്ന ആ ഒരു ഭാഗം റിമൂവ് ചെയ്യാണ്. അപ്പോൾ അത് അലങ്കിയാണ് വരുന്നത്. അപ്പോൾ അലങ്കി വെച്ചിട്ട് റിമൂവ് ചെയ്ത് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് 2 ലൈനുകൾ ഉണ്ടാവും, അതിന് നേരെ കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു മുകൾ വശം വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് ലൈൻ കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ കൊണ്ട് നിർത്താം. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ടൈമിംഗ് ചെയിൻ്റെ സ്പ്രോക്കറ്റ് ഊരാനുള്ള രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ നമ്മളിതുപോലെ ഈ ഒരു സോക്കറ്റ് വെച്ചിട്ട് ഇതുപോലെ സ്പാനർ വെച്ച് റിങ് വെച്ചിട്ട് ലൂസാക്കി കൊടുക്കുകയാണ്. ഫുൾ അയച്ചെടുക്കുന്നില്ല, നമ്മളിപ്പോൾ ജസ്റ്റ് ലൂസാക്കുന്ന മാത്രമേ ഉള്ളൂ. ഇത് ലൂസാക്കിയ ശേഷം നമുക്ക് സൈഡിലുള്ള നമ്മളെ ടൈമിങ്ങിൻ്റെ ടെൻഷനർ ഊരിയെടുക്കണം, ഓട്ടോ ടെൻഷനർ. അപ്പോൾ സൈഡിലായിട്ട് ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ലൂസാക്കി വിട്ടിട്ടുണ്ട് ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ അവിടെ വരുന്ന 2 ബോൾട്ടുകൾ. ഇനി നമുക്ക് ടൈമിങ് ടെൻഷനർ ഊരിയെടുക്കണം. അപ്പോൾ ടെൻഷനർ ഊരിയെടുക്കുമ്പോഴും ശ്രദ്ധിച്ച് ഊരിയെടുക്കണം. 2 ബോൾട്ടുകളുണ്ട്. 2 ബോൾട്ട് നമ്മളിതുപോലെ ലൂസാക്കിയ ശേഷം അത് നമ്മൾ ഊരിയെടുക്കാൻ പോവാണ്. പിന്നെ ഒരുപാട് ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മളിതുപോലെ എൻജിന് പിസ്റ്റൺ സിലിണ്ടർ പുതിയതായിട്ട് മാറാതെ അത് ബോറിങ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഓവർ ഹീറ്റ് ആവും എൻജിൻ, അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ ഷോർട്ട് വരുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആവുമെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല രീതിയിൽ സ്പീഡിൽ ഓടുന്ന, അതായത് സ്പീഡിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ എൻജിൻ അതിനനുസരിച്ച് ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ആ ഒരു പിസ്റ്റൺ സിലിണ്ടർ നമ്മൾ ബോർ ചെയ്ത് വെച്ചതാണ്. അതായത്
ആ ഒരു സിലിണ്ടറിലേക്ക് നമ്മൾ റീബോർ ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതിൻ്റേതായ പിസ്റ്റൺ സിലിണ്ടറും അല്ല അത് വരുന്നത്, കമ്പനിയുടെ പിസ്റ്റൺ സിലിണ്ടറല്ല, പുറത്തുനിന്നുള്ളതാണ് നമ്മൾ പിസ്റ്റണൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുണ്ടാവും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ടെൻഷനർ പുറത്തേക്ക് എടുത്ത് ഈ ഒരു ടെൻഷനറിൻ്റെ കറക്റ്റ് വർക്കിംഗ് അറിയണം നമുക്ക് ആ പുറകിലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ അറിയാൻ പറ്റും ഇത് ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് വരുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ ആവുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ടെൻഷനർ ഊരിയെടുത്തു. ഇനി നമുക്ക് ആ ഒരു സ്പ്രോക്കറ്റിൻ്റെ 2 സൈഡിലുള്ള ആ ഒരു ബോൾട്ടുകൾ റിമൂവ് ചെയ്യണം. ചില വണ്ടികൾക്ക് ഇത് അലങ്കിയായിട്ടും വരലുണ്ട്, അവിടെ എല്ലങ്കിയാണ് വരിക. ഇപ്പോൾ ഈ ഒരു യൂണിക്കോണിന് വരുന്നത് അവിടെ ഒരു നമ്മളെ 8 സൈസ് ബോൾട്ടാണ് വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് ലൂസാക്കി വിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് മേലെ റോക്ക് റാമിൻ്റെ അവിടെയുള്ള 4 ബോൾട്ടുകൾ ഇപ്പോൾ റിമൂവ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ക്രോസ് വൈസിൽ അയക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഷോട്ട്, അതായത് റീബോറിങ് ചെയ്യുമ്പോൾ മൈലേജ് ഷോട്ട് വരുമെന്ന് ചോദിച്ചാൽ വലിയ മൈലേജ് ഷോട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും ആ ഒരു മുന്നേ കിട്ടിയിരുന്ന ആ ഒരു മൈലേജിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്ത് എൻജിൻ ഡിസൈൻ ചെയ്ത പോലെയല്ല, സിലിണ്ടറിൽ പിന്നെ നമ്മൾ സിലിണ്ടർ വലുതാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡയ വലുതാക്കിയിട്ട് അതിൽ പുതിയൊരു പിസ്റ്റൺ കടത്തിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു രീതിയിലുള്ള ചേഞ്ച് ഡിസൈൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിലും കാര്യങ്ങളായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ വലിയ മൈലേജ് ഷോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളതുപോലെ റോക്ക് റാമിൻ്റെ അവിടെ വരുന്ന 2 സൈഡിലുള്ള ബോൾട്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബോൾട്ടുകളാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ താഴെയായിട്ട് ടൈമിംഗ് ചെയിനിൻ്റെ ഈ ഒരു ഭാഗത്തും ഈ ടൈമിംഗ് ചെയിൻ നിൽക്കുന്ന ഭാഗത്തിന് താഴെയായിട്ട് 2 ബോൾട്ടുകളുണ്ട് നീളത്തിലുള്ള. അതായത് ഈ ഒരു എൻജിൻ കേസിലേക്ക് നമ്മളെ ഹെഡും അതുപോലെ തന്നെ സിലിണ്ടറും കൂടി കണക്ട് ചെയ്തിട്ടുള്ള 2 ബോൾട്ടുകൾ. അപ്പോൾ ആ നീളത്തിലുള്ള 2 ബോൾട്ടുകളോട് റിമൂവ് ചെയ്താൽ നമുക്ക് ഈ ഒരു പിസ്റ്റനും നമുക്ക് സിലിണ്ടറും ഹെഡും കൂടി പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ റോക്ക് റാമിൻ്റെ മേലെയുള്ള ബോൾട്ടുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു ബോൾട്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം സൈഡിൽ വരുന്ന ഗൈഡ് 2 ഗൈഡുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗൈഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഈ സിലിണ്ടർ അയക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മേലെ നമുക്കിപ്പോൾ ഒരു സൈഡത്തെ ഗൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. എൻജിനിന് വരുന്ന ആ ഒരു ഗൈഡിന് കുഴപ്പം കാര്യമൊന്നും കാണുന്നില്ല, മറ്റേ മേലെ വരുന്ന ഗൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഉള്ളിൽ വരുന്ന ആ നീളത്തിലുള്ള ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്താൽ ഇത്തരത്തിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്തു, ഈ ഒരു ലെങ്ത്ത് ഉണ്ടാവും ഈ ഒരു ബോൾട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനി അപ്പുറത്തുള്ള ആ ഒരു ബോൾട്ടും കൂടെ റിമൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അതുകൂടെ റിമൂവ് ചെയ്തു. ഇത് 2 റിമൂവ് ചെയ്താൽ നമുക്ക് ഇനി ടൈമിംഗ് ചെയിൻ്റെ അവിടെ വരുന്ന 2 സ്പ്രോക്കറ്റ് നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ചാണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് തന്നെ അതുപോലെ ലൂസാക്കിയിട്ട് മെല്ലെ ഊരിയെടുക്കാം കേട്ടോ. ഒരു ബോൾട്ട് നമ്മൾ ഊരിയെടുത്ത് ഇനി ആ ഒരു ബോൾട്ട് കൂടി ഊരിയെടുക്കാം. ഓക്കെ, ഇനി മെല്ലെ നമുക്ക് ആ ഒരു സ്പ്രോക്കറ്റ് ഇതിന് ഊരിയെടുക്കാം കേട്ടോ. ആ ഒരു ടൈമിംഗ് ചെയിൻ വന്ന് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ടൈമിംഗ് ചെയിൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ വെച്ചിട്ട് നമുക്ക് മേലേക്ക് ഇങ്ങനെ തള്ളി പിടിക്കണം. അതായത് അടിയിലേക്ക് വീഴാത്ത കോലത്തിൽ നമുക്കത് ഊരിയെടുക്കണം, പിസ്റ്റനും അതുപോലെ തന്നെ സിലിണ്ടറും അതുപോലെ തന്നെ ഹെഡും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കയറ് വെച്ചിട്ട് ചെയ്യുകയാണ്. അത് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് നേരെ മേലെന്ന് ഇങ്ങനെ മേലക്കാക്കി പിടിച്ചു നോക്കാം. യെസ്, അങ്ങനെ അതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മളിതാ മേലക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇനി മെല്ലെ മെല്ലെ സിലിണ്ടർ അവിടുന്ന് ഊരിയെടുക്കുക. ആദ്യം നമുക്ക് ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ തട്ടി കൊടുത്തിട്ട് ഹെഡ് മെല്ലെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരും കേട്ടോ. ഓക്കെ, അങ്ങനെ തട്ടി നമ്മളിതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മെല്ലെ ഇങ്ങനെ പൊക്കി കൊടുത്തിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ടൈമിംഗ് ചെയിന് നമുക്ക് താഴേക്ക് വീഴാത്ത കോലത്തിൽ അവിടെ പിടിക്കണം കേട്ടോ. ഒരാൾ അങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം വേറൊരാൾ ഇതുപോലെ താഴെ നിന്ന് പൊക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഹെഡ് റിമൂവ് ചെയ്തപ്പോൾ ഹെഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് അടഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ 2 വാൽവൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഏതായാലും നമുക്ക് ഇനി സിലിണ്ടറും കൂടി അവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളിതുപോലെ പൊക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഈ ഹെഡിൻ്റെ അവിടെ വരുന്ന ഗ്യാസ്കറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ട്. ആ ഗ്യാസ്കറ്റ് അവിടുന്ന് ഒഴിവാക്കാം കേട്ടോ.
ഇതൊക്കെ നമ്മൾ ഈ ഒരു എഞ്ചിൻ വർക്കിൽ ഇതൊക്കെ മാറ്റും കേട്ടോ. ഗ്യാസ്കറ്റുകൾ, നമ്മൾ സീലുകൾ ഇതൊക്കെ മാറ്റും കേട്ടോ. ഓക്കെ, ഹെഡ് ഗ്യാസ്കറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അതൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള വിസ. പുതിയതാണ് ഇനിയിപ്പോൾ നമ്മൾ വർക്ക് എടുക്കുമ്പോൾ പുതിയത് വെക്കുകയാണ് ചെയ്യുക. ഒരു ഹാഫ് കിറ്റ് ആയിരിക്കും നമ്മൾ വാങ്ങുക. ഫുൾ കിറ്റ് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ ഹാഫ് അയച്ചിട്ടുള്ളൂ. ആ പിസ്റ്റണും സിലിണ്ടറൊക്കെ വരുന്ന ഭാഗത്തുള്ള മാത്രം ഹാഫ് കിറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതാ അപ്പോൾ നമ്മൾ സിലിണ്ടർ റിമൂവ് ചെയ്തു. സിലിണ്ടർ മെല്ലെ അങ്ങനെ തട്ടിയെടുക്കുക. കുറച്ചൊക്കെ നമുക്ക് ചില വണ്ടികൾക്ക് അഴിക്കുമ്പോഴൊക്കെ ചില നല്ല രീതിയിലുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് തട്ടി എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്ത് ഓക്കെ, ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഏതായാലും അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിടാൻ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ തിരികെ വെച്ചിട്ടേ ഉള്ളിലേക്ക്, എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ കാര്യങ്ങളോ അതുപോലെ തന്നെ പൊടിയും മറ്റു കാര്യങ്ങളൊന്നും ഇറങ്ങാതെക്കാനുള്ള എന്തെങ്കിലും തടസ്സം എന്തെങ്കിലും വെക്കണം ഈ ഹോളുള്ള ഭാഗങ്ങളിലൊക്കെ. കാരണം നമ്മളിതിപ്പോൾ ഇനി ബോർ ചെയ്യാൻ കൊടുത്ത് 1-2 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ അതുവരെ വണ്ടി ഇവിടെ നിർത്തിയിടുമ്പോൾ മഴ കൊള്ളുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഗൈഡ് പൊട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ഗൈഡിൻ്റെ ബാക്കി കഷ്ണമാണ് കേട്ടോ അത്. അപ്പോൾ ഇത്ര നീളം ഉണ്ടാവും, ഇത്ര നീളമുള്ള ഒരു ഗൈഡാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ രണ്ട് പാഡുകൾ വരും. അതിൽ 2 പാഡിൽ നമുക്ക് എഞ്ചിനിൽ വരുന്ന പാഡിന് കുഴപ്പം കാര്യമൊന്നുമില്ല. ഈ ഒരു പാഡിന് മറ്റേ പാഡാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാഡ് നമുക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് മാത്രം നമ്മൾ മാറ്റി കൊടുക്കുന്നത് കേട്ടോ. മറ്റേത് മാറ്റണമെങ്കിൽ നമുക്ക് ഈ എഞ്ചിൻ്റെ സൈഡ് കവറൊക്കെ അഴിക്കണം. അപ്പോൾ അത് റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗം അഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാഡ് ഗൈഡ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ചെയിൻ ഇപ്പോൾ അവിടെ കെട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിന്മേൽ ചെയ്യാനുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് ഹെഡിൽ അടഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വാൽവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാൽവ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബോറിങ്ങും ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ലൈറ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ലൈറ്റ് കൊടുത്തതിന് ശേഷം അവിടുന്ന് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ടുള്ള ശേഷം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത് ചെയ്യുക. റോക്കറാം നമ്മളിപ്പോൾ ഇതുപോലെ റിമൂവ് ചെയ്തു. റോക്കറാം റിമൂവ് ചെയ്തതിന് ശേഷം അത് നമ്മളിവിടെ മാറ്റി വെക്കും. നമുക്ക് ഈ ഒരു ഭാഗമാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ഹെഡ് ഇങ്ങനെ നമ്മൾ കൊടുക്കും. ഇതൊരു വാൽവൊക്കെ അയച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെഡിയാക്കി കൊടുന്നു തരും ലൈറ്റ് കൊടുത്താൽ. അപ്പോൾ നമ്മൾ റീബോർ ചെയ്യാൻ കൊടുക്കുകയാണ്. റീബോർ ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഇനി അത് ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ അടുത്ത് കേട്ടോ. ഓക്കെ.